Good evening, dear students. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം നമുക്കിനി ഒന്നര മാസത്തോളം അല്ലെങ്കിൽ ഏകദേശം 2 മാസത്തോളമേ നമുക്കിനി പരീക്ഷയ്ക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കണം. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 23ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. ഇതൊരാളുടെ കഥയാണ്, ഒരു കുട്ടിയുടെ കഥയാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്. ദി ചാപ്റ്റർ ടേക്ക് us through the life of a 12-year-old boy, Rajamani. He comes from a village in Tamil Nadu. His father is dead, and in order to help his mother in the tea shop, he discontinued his education after class 6. When he developed an eye infection, he was given several intramuscular injections at the hospital. His problems does not end here. Later, he was getting ill with TB and septicemia. During his treatment in the Government General Hospital, Chennai, his blood was tested for HIV and result was positive. The use of contaminated needles was the cause of HIV infection for Rajamani. Caring for both the infected and the affected has become more important as AIDS has a greater effect on the population worldwide. ഈ ഒരു കഥയിൽ, ഈ ഒരു പാഠഭാഗത്ത് ഒരു 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ കഥയാണ് പറയുന്നത്. കുട്ടിയുടെ പേര് രാജാമണി എന്നാണ്. അവൻ വരുന്നത് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് അവൻ വരുന്നത്. ചെറുപ്പപ്രായത്തിൽ തന്നെ അവൻ്റെ അച്ഛൻ മരണപ്പെടുകയും അതുകൊണ്ട് തന്നെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവന് ടീ ഷോപ്പിൽ നിൽക്കേണ്ടി വരികയും അതുകൊണ്ട് അവൻ്റെ 6ാം ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ 6th സ്റ്റാൻഡേർഡിന് ശേഷം അവൻ്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നിർത്തേണ്ടതായിട്ടും വരികയാണ്. അപ്പോൾ അവനങ്ങനെ ചായക്കടയിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവന് കണ്ണിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുകയും അല്ലെങ്കിൽ കണ്ണിൽ അസുഖമുണ്ടാകുകയും അവന് ഹോസ്പിറ്റലിൽ നിന്ന് കുറേ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവൻ്റെ കണ്ണിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും മാറിയുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് TB അല്ലെങ്കിൽ സെപ്റ്റിസിമ എന്ന് പറയുന്ന 2 രോഗങ്ങൾ അവനെ പിടിപെടുകയും അവൻ്റെ ചെന്നൈയിലെ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവന് HIV ആണെന്ന് ആവുകയും ചെയ്തു. അതായത് HIV പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. രാജാമണി എന്ന 12 വയസ്സുകാരൻ്റെ ദയനീയമായ ജീവിതമാണ് നമുക്ക് ഈ ഒരു കഥയിലൂടെ കാണുവാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിലാണ് അവൻ ജനിച്ചത്. അവൻ്റെ അച്ഛൻ മരിച്ചു പോവുകയും അതുകൊണ്ട് തന്നെ അവന് അമ്മയെ സഹായിക്കാൻ വേണ്ടി ചായക്കടയിൽ ജോലി നോക്കേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെ ആറാം ക്ലാസ്സിൽ അവൻ്റെ പഠനം നിർത്തുകയും ചെയ്യേണ്ടി വന്നു. ചായക്കടയിൽ അമ്മയെ സഹായിക്കുന്നതിന് കൊണ്ട് പഠനം പൂർത്തീകരിക്കാൻ അവനെക്കൊണ്ട് കഴിഞ്ഞില്ല. കണ്ണിനുണ്ടായ അണുബാധ മൂലം 6 മാസത്തോളം അവന് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. രാജാമണിയുടെ പ്രശ്നങ്ങൾ ഇതുകൊണ്ടും അവസാനിച്ചില്ല. അവൻ്റെ അവസ്ഥ വളരെ മോശമായി തീർന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ ത്വക്ക് രോഗവും ക്ഷയവും പിടിപെട്ടു. ചികിത്സാർത്ഥം അവൻ ചെന്നൈയിലെ ജനറൽ ഹോസ്പിറ്റലിൽ ത്വക്ക് രോഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. അവൻ്റെ രക്തം പരിശോധിച്ചതിൽ നിന്ന് എയ്ഡ്സ് ആണെന്ന് മനസ്സിലായി. അണുബാധയേറ്റ സൂചിയോടെയാണ് അവനിത് പകർന്ന് കിട്ടിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അണുവിയുക്തമാക്കാത്ത സൂചിയുടെയൊക്കെ ഉപയോഗം മൂലം ഒരു കുട്ടിയുടെ ജീവിതമാണ് ഈ ഒരു കഥയിൽ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് നമുക്കറിയാം, ആശുപത്രിയിലൊക്കെ ഉപയോഗിച്ച സിറിഞ്ചുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കും. ലാഭത്തിന് വേണ്ടി മനുഷ്യജീവനെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടാണ് ചില ആശുപത്രികളോ അല്ല ക്ലിനിക്കുകളോ അതുപോലുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് ആ ഒരു തെറ്റായ പ്രവണതയാണ് കാണുവാൻ സാധിക്കുന്നത്. നേരെ രീതിയിൽ രാജമണിക്ക് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ യാതൊരുവിധ പകർച്ചവ്യാധികളോ അവനുണ്ടാകത്തില്ലായിരുന്നു. അവൻ ചെറുപ്പപ്രായത്തിൽ തന്നെ തൻ്റേതായ തെറ്റിലല്ലാത്ത ഒരു രോഗിയായി മാറേണ്ടി വരികയില്ലായിരുന്നു. അപ്പം എത്രത്തോളം ഗൗരവത്തോടെയാണ് നമ്മുടെ ആരോഗ്യ മേഖല ഓരോ രോഗിയും പരിചരിക്കേണ്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇതിലൂടെ കാണുവാൻ സാധിക്കും. അതുതന്നെയാണ് ഒരു അവബോധമാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെയാണ് ഒരു സിറിഞ്ചുകൾ, അതോടൊപ്പം തന്നെ മെഡിസിൻസ്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു രോഗിയെ നല്ല രീതിയിൽ പരിരക്ഷിക്കേണ്ടതെന്നെല്ലാം നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലൂടെ കാണുവാൻ സാധിക്കും. അപ്പം രാജാമണി എന്ന 12 വയസ്സുകാരൻ്റെ
ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.